എന്തു പറ്റി വിജയേട്ടാ? ഒരു പ്രശ്നം. വിജയേട്ടന് പ്രശ്നമില്ലാത്ത ദിവസമില്ലല്ലോ. ഇത് അങ്ങനെയല്ലടി, പണി പോകുന്ന കേസാണ്. എന്താന്ന് പറ. ഒരു പുറമ്പോക്ക് സ്ഥലം പതിച്ചു കൊടുത്തത് വലിയ പ്രശ്നമായി. ആർക്ക് പതിച്ചു കൊടുത്തു? ഫ്ലാറ്റ് ബിൽഡർക്ക്. വിജയേട്ടൻ പതിച്ചു കൊടുത്തോ? തഹസീൽദാർ അതിന്റെ കടലാസൊക്കെ നീക്കിയത്. ബിൽഡറുമായിട്ടുള്ള ഒത്തുകളിയായിരുന്നു. റവന്യൂ ഇൻസ്പെക്ടർക്കും അതിന് നല്ല പങ്കുണ്ട്. അതെങ്ങനെ വിജയേട്ടന്റെ തലേ വന്നു? അതിന്റെ പേപ്പറൊക്കെ ഒപ്പിട്ട് പോയത് ഞാൻ ഇൻചാർജ് ആയ ദിവസം. തഹസീൽദാർ അന്ന് ലീവാ. അന്ന് മാത്രമല്ല, അതിന്റെ തലേ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ ലീവാ. വിജയേട്ടനാണ് ഒപ്പിട്ടത്? തഹസീൽദാർ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു പ്രശ്നം അതിന്റെ അടിയിലുണ്ടെന്ന് എനിക്ക് അറിയാനും പാടില്ലായിരുന്നു. ഇപ്പൊ എന്താ പ്രശ്നം? ഈ കനാലിനോട് ചേർന്നൊരു പുറമ്പോക്ക് സ്ഥലം. പണ്ടൊരു പമ്പ് ഹൗസ് ഉണ്ടായിരുന്നു അവിടെ. അത് പണ്ടേ പൊളിച്ചുകൊണ്ട് പോയതാ. ബിൽഡർ ഫ്ലാറ്റ് പണിതപ്പോ അതും കൂടി വളച്ചെടുത്തു. അത് അയാളുടെ സ്ഥലമാണെന്ന് വരത്തക്ക രീതിയിൽ രേഖയുണ്ടാക്കി. ഇതിനിപ്പോ വിജയേട്ടൻ എന്ത് ചെയ്യാനാ? ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ അത് കുത്തിപ്പോക്കി. ഇപ്പൊ ഫ്ലാറ്റ് പൊളിക്കണമെന്നും പറഞ്ഞ് പരാതിയും സമരവും ബഹളവും. വിജിലൻസിലോട്ട് കംപ്ലൈന്റ് പോയിട്ടുണ്ട്. അന്വേഷണം വന്നാ കുടുങ്ങും. വിജയേട്ടൻ മാത്രമാണോ കുടുങ്ങുന്നേ? ഇതിന് കൂട്ടുനിന്ന് വേറെ ആൾക്കാരില്ലേ? ആരൊക്കെയാണെന്ന് എനിക്കിപ്പോ ഒരു നിശ്ചയവുമില്ല. വിജയേട്ടൻ എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് പോയേ? എടി, ഞാൻ എന്റെ ഡ്യൂട്ടിയാ ചെയ്തേ. അതിൽ കള്ളത്തിനോടൊന്ന് ആരറിഞ്ഞു? ഇനിയിപ്പോ വിജയേട്ടൻ ഇരുന്ന് തല പുകച്ചിട്ട് എന്താ കാര്യം? വരുന്നിടത്ത് വെച്ച് കാണാം, അത്ര തന്നെ. നോക്കാം. എന്തായാലും ടെൻഷൻ മാറണമെങ്കിൽ അത് തലേന്ന് പോകണം. ഹലോ, പോയി അന്വേഷിച്ചിട്ട് എന്തായി? ഗൗതം പറഞ്ഞു ശരിയാ, അവരിവിടുന്ന് താമസം മാറി. എങ്ങോട്ട്? എറണാകുളത്തിനാണെന്നാ. മൈ ഗോഡ്, എന്നിട്ട് അവൾ എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അതാ എനിക്കും പിടികിട്ടാതെ. ഒന്ന് വിളിച്ചു പറയായിരുന്നില്ലേ? നീ പോയിട്ട് അവരെ കണ്ടോടാ? ഇല്ലച്ചാ, അവര് പോയിന്ന് പറഞ്ഞ സത്യമാ. ആര് പറഞ്ഞു? ആ വീട്ടിലിപ്പം വേറെ താമസക്കാരാ. അവര് പോയിട്ട് ഒരാഴ്ചക്ക് അടുത്തായിരുന്നു. അവരെന്തോ മനുഷ്യരാ, ഒരു സാമാന്യ മര്യാദ വേണ്ടേ? ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. രത്നമ്മ ടീച്ചറിന്റെ കൈ ഇതിലുണ്ടെന്ന് തീർച്ചയാ. ഇടി മോളെ, ആരുടെ കൈ ഉണ്ടെങ്കിൽ എന്താ? ജാനിക്കുട്ടിക്ക് നമ്മളെ അവരെ അറിയിക്കരുതോ? അവിടുത്തെ ഫോൺ പൂട്ടി വെച്ചിരുന്നത് കൊണ്ടായിരിക്കും അവള് വിളിക്കാഞ്ഞത്. വിജയരാഘവന്റെ ഫോൺ ഉണ്ടല്ലോ, അവള് ചോദിച്ചാ അയാൾ ഫോൺ കൊടുക്കില്ലേ? അല്ലെങ്കിൽ അവളെ കൊണ്ടൊരു കോൾ വിളിപ്പിച്ച് പറയായിരുന്നില്ലേ? അവര് പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് താമസം മാറാൻ എന്താ കാരണമെന്ന് അറിഞ്ഞോ? അത് ഞാൻ അന്വേഷിച്ചു വെച്ചാ. രത്നമ്മ ടീച്ചർക്ക് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ. എടാ, ട്രാൻസ്ഫർ ഒക്കെ ഇടിവെട്ട് പോലെയാണോ വരുന്നത്? അതിനൊക്കെ കുറച്ച് സാവകാശമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ച മുമ്പെങ്കിലും അറിയും. പിന്നെ റിലീവിംഗ് ഓർഡർ. പുതിയ സ്ഥലത്ത് നിന്ന് ജോലിക്ക് ജോയിൻ ചെയ്യാൻ 4-5 ദിവസമെങ്കിലും കിട്ടും. ഒക്കെ ശരിയാച്ചാ. ഇതിനിടയ്ക്ക് എവിടെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട്. ഉറപ്പല്ലേ? രത്നമ്മ ടീച്ചർ എന്തോ കള്ളക്കളി കളിച്ചിട്ടുണ്ട്. അച്ഛന് ഭ്രാന്താണെന്ന് പച്ച കള്ളം പറഞ്ഞ സ്ത്രീയല്ലേ? അച്ഛൻ അവിടെ ചെന്ന് അവരോട് വഴക്കിട്ടത് അവർക്ക് പിണക്കായി കാണും. എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ ആ സ്ത്രീയോട് ഞാൻ പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്ത് അസലായെന്ന് പറയണം. അവരുടെ ചെകിട്ടത്തൊന്ന് പൊട്ടിക്കേണ്ടതാ. പിന്നെ അതിന്റെ കേസും വഴക്കുമായിട്ട് നടക്കാൻ എനിക്ക് നേരല്ല ചിട്ടാ. അച്ഛന് വിജയൻ സാറിനൊന്ന് വിളിക്കാൻ പറ്റുമോ? ലാൻഡ് ഫോൺ നമ്പർ ഔട്ട് ഓഫ് ഓർഡറാ. മൊബൈൽ ഫോൺ ഉണ്ടല്ലോ അദ്ദേഹത്തിന്. ഞാൻ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ
ഞങ്ങൾ തമ്മിൽ പിന്നെ സംസാരിച്ചെന്ന് വരില്ല. ഞാൻ വിളിക്കാം അച്ഛ. ഞാൻ ഇതിനു മുൻപും വിളിച്ചിട്ടുണ്ടല്ലോ. രക്ഷയില്ല, ഫോൺ എടുക്കുന്നില്ല. പിള്ളേർക്ക് ചായ കൊടുത്തോടി. കൊടുത്തു. അവരെവിടെയാ? മോളിലുണ്ട്. നിനക്ക് അടുക്കള പണിയൊന്നുമില്ലേ? ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒന്നും ചെയ്യാനില്ലെങ്കിൽ തറ തുടക്കടി. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അമ്മയുടെ അടുത്ത്. എന്ത് കാര്യം? ഉപ്പും മുളകൊക്കെ തീർന്നോ? എന്റെ പഠിപ്പിന്റെ കാര്യം. നിന്റെ പഠിപ്പോ? അത് കഴിഞ്ഞു. ഇനി എന്താ? എനിക്ക് പഠിക്കണം. പിന്നെ ഇനിയും പഠിക്കാത്ത കുറവേ ഉള്ളൂ. പഠിപ്പിക്കാതെ തന്നെ നീ ഒരുമാതിരി IAS പാസ്സായ മട്ടില്ല നടപ്പ്. കുതിരയ്ക്ക് കൊമ്പും കൂടെ കിട്ടിയാ പിന്നെ നിലത്തെങ്ങ് നിൽക്കില്ല. എനിക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇപ്പോഴെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കണം. സമയം കഴിയാൻ പോവാ. സമയം കഴിഞ്ഞു പോട്ടടി. നിന്നെ ഇനി പഠിപ്പിക്കാൻ വിടുന്ന സ്വപ്നത്തിൽ പോലും നീ കരുതണ്ട. രത്നമ്മ നിർത്തിന്ന് പറഞ്ഞാ നിർത്തിന്ന് തന്നെ അർത്ഥം. അങ്ങനെ നിർത്താൻ എന്താ കാരണം? എന്റെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റാ സംഭവിച്ചേ? നീ ഒരു തെറ്റും ചെയ്തില്ലടി. നീ പുണ്യവതി, നിഷ്കളങ്ക. എന്നാലും നിന്നെ പഠിക്കാൻ വിടുന്നില്ല. ഞാൻ ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നില്ലേ? അമ്മ പറയുന്ന എന്തെങ്കിലും അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? നിനക്കേ അഹങ്കാരം ഇത്തിരി കൂടുതലാ. നീ ഏതോ വലിയ കൊമ്പത്തുനിന്ന് വന്നതാണെന്നാ നിന്റെ ഭാവം. എനിക്കിപ്പോ എല്ലാവരുടെ മുന്നിൽ കിടന്ന് മുട്ടയിൽ എഴേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഞാൻ ആരുടെ ഒന്നും തട്ടിയെടുക്കാൻ വന്നതല്ല. ഏതെങ്കിലും അനാഥാലയത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതുമല്ല. എന്റെ അച്ഛന്റെ അടുത്തൊന്ന് ചോദിച്ചു വാങ്ങിയതല്ലേ. ആര് ചോദിച്ചു വാങ്ങിയടി? അമ്മ വെറുതെ തർക്കിക്കണ്ട. എനിക്കറിയാം സത്യം. എനിക്കറിയാം, അമ്മയ്ക്കും അറിയാം. പിന്നെന്തിനാ? ആണടി, നിന്നെ ഞങ്ങള് ദത്തെടുത്തത് തന്നെയാ. രാജകുമാരിയെ പോലെ വളർത്തിക്കോളാന്നും അങ്ങ് അമ്പിളിക്കുന്നത്ത് പോയി മഹാരാജാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേക്കാവുന്നും രാജ്യത്തിന്റെ പകുതി ഭാഗം എഴുതി കൊടുത്തേക്കാവുന്നും ഒക്കെ നിന്റെ അച്ഛന്റെ അടുത്ത് വാക്കു പറഞ്ഞിട്ട് തന്നെയാ ദത്തെടുത്തത്. പക്ഷെ ഇപ്പൊ എനിക്ക് നിന്നെ നിലത്തിട്ട് ചവിട്ടാനാടി തോന്നുന്നേ. ഒത്തുവന്നാ വല്ല പെൺവാണിഭക്കാർക്കും വിൽക്കുകയും ചെയ്യും. നീ എന്തോ ചെയ്യൂടി? നീ നിന്റെ അച്ഛന്റെ അടുത്ത് പരാതി പറ. അയാളെ വിളിച്ചോണ്ട് വാ. എന്റെ മുന്നിലെങ്ങാനും വന്നാ അയാളുടെ മോന്തയ്ക്ക് ഞാനൊരു ചവിട്ടുകൂടി വെച്ചു കൊടുക്കും. പറഞ്ഞ വാക്കിന് വിലയും ചെയ്യുന്ന പ്രവൃത്തിക്ക് നേരും നെറിയും ഒന്നും ഇല്ലാത്തവർക്ക് എന്തോ ആവാം. പക്ഷെ എന്റെ അച്ഛൻ എന്നെങ്കിലും ഒരിക്കൽ വരും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത്രയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അന്നും ഈ ശൗര്യമൊക്കെ അമ്മ കാണിക്കണം. കാണിക്കോടി. എനിക്ക് ഒരുത്തനും പേടിക്കേണ്ട കാര്യമില്ല. അന്തസ്സായിട്ട് ജോലി ചെയ്താ ജീവിക്കുന്നത്. 19 വയസ്സ് വരെ ഉണ്ണാനും ഉടുക്കാനും തന്നു നിനക്ക്. 12ാം ക്ലാസ് വരെ പഠിപ്പിക്കുകയും ചെയ്തു. നിന്റെ വായടപ്പിക്കാൻ എനിക്ക് അത്രയും മതി.